Morning. Morning. Magic Hi, morning. how are you? Magic Yes, morning. much. Magic morning. Magic morning. Magic morning. Magic morning. Magic morning. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും പറയാറുണ്ട്, ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മ്യൂട്ടാക്കി എന്നുള്ളത് ഉറപ്പ് വരുത്തണം, എന്നിട്ട് വേണം ഇതിൽ ഇരിക്കാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. പബ്ലിക്കായിട്ട് ഇതുവരെ ആരാണത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് പറയാനുള്ള ഇട വരുത്തണ്ട. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുന്ന സമയത്ത് മ്യൂട്ടാണെന്ന് ഉറപ്പ് വരുത്തണം, എന്നിട്ട് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇന്നും ഇങ്ങനെ തന്നെ ഉണ്ടായത്. ഇന്നും ആരാന്ന് എനിക്കറിയാം, ഇന്നും ഇതുപോലെ തന്നെ ശബ്ദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു. അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഡിസ്റ്റർബൻസ് വരുമ്പോൾ നമ്മൾ ആ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാവുകയാണ്. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? മഴ ഉണ്ടോ ഇന്ന്? മഴയൊന്നുമില്ല, സുഖം. ഇല്ല. യെസ്. ഓക്കെ, ഫൈൻ. ചിന്തുമൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ ജോയിൻ ചെയ്ത ഉടനെ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ മൈക്കും ക്യാമറ ഓൺ ആക്കണോ എന്നുള്ളത്. അങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അറിയാം താഴെ ഓപ്ഷൻ ഉണ്ട്, അൺമ്യൂട്ട് ചെയ്യാനാണെങ്കിലും മ്യൂട്ട് ആക്കാനാണെങ്കിലും വീഡിയോ ഓഫ് ചെയ്യാനൊക്കെ. നിങ്ങൾ മ്യൂട്ട് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മെഡിറ്റേഷനിൽ ഇരിക്കാം. ഓക്കെ, സോ അഗെയിൻ മാജിക് മോർണിംഗ് ഓൾ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് അറിയാം നമ്മുടെ ബി മാജിക്കിലെ സ്വന്തം എന്താ പറയാ, എങ്ങനെ പറയണം ഒരു ഐഡിയ ഇല്ല. റസാഖ് സാറിന് അല്ലെ, നമ്മുടെ ബി മാജിക്കിലെ നെടുന്തൂണ് എന്തൊക്കെയാ പറയേണ്ടത് ഒന്നും അറിയില്ല. അപ്പം റസാഖ് സാറുടെ സെഷനാണ് ഇന്ന് വരുന്നത്. സോ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നാച്ചുറൽ ഫേസ് പാക്ക്. എങ്ങനെയാണ് പറയേണ്ടത് ബഷീർ സർ? ക്ലിയർ ആയില്ല, കേട്ടില്ല. നമ്മുടെ മുത്ത് നമ്മുടെ സ്വന്തം മുത്ത് നാക്കല്ലേ. യെസ്, ഓക്കെ. അപ്പം നാച്ചുറൽ ഫേസ് പാക്ക് എന്ന ഒരു ടോപ്പിക്കാണ് റസാഖ് സർ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റസാഖ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. റസാഖ് സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. അപ്പോ ബി മാജിക്കിന്റെ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ഒന്ന് ക്യാമറ ഓണാക്കി വന്നത് ഒന്ന് കാണട്ടെ. എന്തായാലും സൗന്ദര്യം കൂടാനുള്ള ഒരു സംഭവമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അല്ല? അങ്ങനെ പറയണ സ്ഥിതിക്കൊന്ന് ഓണാക്കട്ടെ, സുന്ദരന്മാരും സുന്ദരികൾ എന്ന് പറഞ്ഞപ്പോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി എന്തായാലും ഇന്ന് ക്യാമറ ഓൺ ആക്കാത്തവരൊക്കെ അടുത്ത ആഴ്ച ക്യാമറ ഓൺ ആക്കും. കാരണം സൗന്ദര്യം കൂടുമല്ലോ, പുതിയ ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് വരും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ല? എല്ലാരും ഓണാക്കി കഴിഞ്ഞാ ശീലമ്മ ശ്വാസമൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഷീജ ഓണാക്കി. സൂപ്പർ സൂപ്പർ. ഷീജ ഓണാക്കിയിട്ടുണ്ട്. ശീലമ്മ, സുബ്രഹ്മണ്യ സാറ്, മണി സാറ്, മുസ്താഫ ബഷീർ സാറേ ഓണാക്കിക്കോളെ. എന്തായാലും സൗന്ദര്യം ഓണാക്കണോ? യോഗ പരിപാടി ഇറങ്ങാൻ പോയി. സാറിന് യോഗ പാക്കേജിട്ട് വലിയ മെച്ചൊന്നും ഇല്ല. ഞാൻ പെണ്ണുങ്ങൾ ഇരിക്കുന്നു. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വീടില് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാ, വീട്ടിലെ അടുക്കളയിൽ പോവുക. ഞാൻ പറയുന്ന ഒട്ടുമിക്ക സാധനങ്ങളും നിങ്ങളെ അടുക്കളയിൽ ഉണ്ടാവും. അതിൽ നിന്ന് ഓരോ ടീസ്പൂൺ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കി ഒന്ന് ഉപയോഗിച്ച് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. കാരണം ഇത് ഉപയോഗിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട്.
അവർക്കൊക്കെ റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നമുക്ക് പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പൊതുവെ സുന്ദരന്മാരാണല്ലോ, അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ആദ്യമായിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ്. അതിന് ആവശ്യമുള്ള സാധനം 1 ടീസ്പൂൺ മഞ്ഞളിന്റെ പൊടി. മഞ്ഞളിന്റെ പൊടി എന്ന് പറയാൻ കാരണം മഞ്ഞപ്പൊടിയല്ല, മഞ്ഞള് പൊടിച്ച പൊടി, അതാണ് മഞ്ഞളിന്റെ പൊടി, മഞ്ഞപ്പൊടി അല്ല കേട്ടോ. ഓക്കെ, 1 ടീസ്പൂൺ മഞ്ഞളിന്റെ പൊടി, അതിലേക്ക് 2 ടീസ്പൂൺ തേൻ ചേർത്ത്, അപ്പൊ ഒരു ക്രീമായി മാറും. നല്ല ഇളക്കി ഉണ്ടാക്കുമ്പോൾ ഒരു ക്രീമായി മാറും. ആ ക്രീം പുരട്ടുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളയുക. തളിച്ച വെള്ളം കൊണ്ട് കഴുകരുത്, സൗന്ദര്യം കൂടി പോകും. ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകി കളയാം കേട്ടോ. ഒന്നാമത്തെ പാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഉണ്ടാക്കി ഉപയോഗിക്കാം. രണ്ടാമത്തെ, നല്ല പഴുത്ത പപ്പായ എടുക്കുക. പപ്പായ, കർമൂസ, കർമ്മത്തി എന്നൊക്കെ പറയും. നല്ല പഴുത്ത പപ്പായ എടുക്കുക. അത് അരച്ചതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചാൽ മതി, മിക്സിയുടെ ജാറിലിട്ട് അരച്ചാൽ മതി കേട്ടോ. അതിലേക്ക് ഓട്സ് മിക്സ് ആക്കുക, ഓട്സ്. അപ്പോ ഒരു ഫേസ് പാക്ക് കിട്ടും. അത് ഉപയോഗിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ കഴുകി കളയാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയാം. ഓക്കെ, 2 പാക്കറ്റ് റെഡിയായി. ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടെ. പക്ഷെ അത് കംപ്ലൈന്റ് ആവും, പെട്ടെന്ന് കേട് വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, മൂന്നാമത്തത്, നമ്മളെ വെള്ളരി ഉണ്ടല്ലോ, വെള്ളരി അരച്ചിട്ട് അത് തൈരിൽ ചേർക്കുക. അപ്പോ ഒരു ഫേസ് പാക്കായി. അത് ഉപയോഗിക്കാം. പക്ഷെ കഴുകി കളയുമ്പോ തണുത്ത വെള്ളമാണ് കുറച്ചുകൂടി ബെറ്റർ, ചൂടുള്ള വെള്ളമല്ല, ചെറിയ തണുപ്പുള്ള വെള്ളം. അതുകൊണ്ട് കഴുകി കളയാം. മൂന്നെണ്ണായില്ലേ? നാലാമത്തത്, വേപ്പ് പൊടിച്ചത്. ഈ വേപ്പും പൊടി വാങ്ങാൻ കിട്ടും കേട്ടോ, വേപ്പും പൊടി വാങ്ങാൻ കിട്ടും. നിങ്ങൾ ഇത്ര എടുക്കാറായി ഉണക്കി പൊടിച്ചുണ്ടാക്കൊന്നും വേണ്ട, വാങ്ങാൻ കിട്ടും. ആ വേപ്പും പൊടി മുൾട്ടാണി മിട്ടി എന്നൊരു സാധനം വാങ്ങാൻ കിട്ടും. മുൾട്ടാണി മിട്ടി ചെറിയ പൈസ വരുള്ളൂ. ഫാൻസി സ്റ്റോറിലും അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഉണ്ടാവും മുൾട്ടാണി മിട്ടി. അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് അതിൽ റോസ് വാട്ടർ ചേർത്താൽ ഒരു ക്രീമായി മാറും. ആ ക്രീം മുഖത്ത് ഉപയോഗിക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയാൽ മതി. ഓക്കെ ആണോ? അടുത്ത് പറയട്ടെ, ബദാം വറുത്ത് പൊടിക്കുക. കുറച്ച് പ്രയാസം ഉണ്ടാവും. വറുക്കുക, എന്നിട്ട് പൊടിക്കുക. അതില് ഈത്തപ്പഴം അരച്ച് ചേർക്കുക. അത് പേസ്റ്റ് ആകാൻ വേണ്ടി ശുദ്ധമായ തേൻ അല്പം ചേർത്താൽ പേസ്റ്റായി മാറും. തേൻ ഉപയോഗിക്കുമ്പോൾ നല്ലത് ഉപയോഗിക്കുക, അത് നന്നാകുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളയാം. ഓക്കെ, 6 ആറാമത്തത്, മിൽട്ടി കാണാത്തവർക്ക് ഇതട്ടാ പൊടി പൗഡർ. സാധനം റെഡിയാണ്. ഓക്കെ,
ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ, കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ചെറിയ പൈസ ഉള്ളു, വലിയ പൈസ ഒന്നുമില്ല. ഇതേപോലെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഇനി നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. കറ്റാർവാഴയുടെ ജെല്ല്. കറ്റാർവാഴ എടുത്താൽ അതിന്റെ ഉള്ളിൽ ജെല്ല് ഉണ്ടാവും. അത് നമുക്ക് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് വിൽക്കാം, അതല്ലെങ്കിൽ വാങ്ങാൻ കിട്ടും. ആ കറ്റാർവാഴയുടെ ജെല്ലിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ വാങ്ങാൻ കിട്ടും. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർത്ത് ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. ഓക്കെ. 7-മത്തത് മുൾട്ടാണി മിട്ടി തൈരിൽ ചേർത്ത് പുരട്ട് വെക്കുക. ഇത് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഈ സാധനം. മുൾട്ടാണി മിട്ടി തൈരിൽ മിക്സ് ആക്കിയിട്ട് മുഖത്ത് പുരട്ടുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പഴത്തിന്റെ തൊലിയുടെ ഉൾവശം ഉണ്ടല്ലോ, പഴമുള്ള ഭാഗം, ആ ഭാഗം കൊണ്ട് തുടച്ച് വൃത്തിയാക്കും. നല്ല റിസൾട്ട് ഉണ്ട് സാർ. ഓക്കെ. 8-മത്തത് അരിപ്പൊടി. ഇനിയിപ്പൊ അപ്പം ചൂടാനൊന്നും അരിപ്പൊടി ഉണ്ടാവില്ലേ? ദോശ കിട്ടൂലേ സാജൻ സാറ്? അരിപ്പൊടി, അതിലേക്ക് അല്പം പഞ്ചസാര, അല്പം തേന് ഇത് ചേർത്ത് പുരട്ടുക. ഇതൊരു റഫ് ആയിരിക്കും, എന്നാലും നല്ല റിസൾട്ടാണ്. 9-മത്തത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൾട്ടാണി മിട്ടിയിൽ മഞ്ഞപ്പൊടി ചേർത്ത് അതിലേക്ക് റോസ് വാട്ടർ മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് ആക്കുക. മുൾട്ടാണി മിട്ടി മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം അതിലേക്ക് റോസ് വാട്ടർ മിക്സ് ആക്കുക. അപ്പൊ ഒരു പേസ്റ്റ് ഇട്ടു. ഇതൊക്കെ എഴുതുന്നുണ്ടോ? 10-മത്തത് കസ്തൂരി മഞ്ഞള്. ഇതിന്റെ പൊടി വാങ്ങാൻ കിട്ടും കേട്ടോ, ചെറിയ പൈസ ഉള്ളു. അതിലേക്ക് ബദാം ഓയിൽ മിക്സ് ആക്കുക. ഇതും വാങ്ങാൻ കിട്ടും, ചെറിയ റേറ്റ് ഉണ്ട്. അല്ലേ? ചെറിയ റേറ്റ് ഉണ്ട്. ബദാം ഓയിൽ വാങ്ങാൻ കിട്ടും. അത് അല്പം ചേർത്ത് അത് ലൂസാക്കാൻ വേണ്ടി വേണമെങ്കിൽ റോസ് വാട്ടർ മിക്സ് ആക്കാം. ഈ റോസ് വാട്ടർ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന 10 രൂപയുടെ 20 രൂപയുടെ റോസ് വാട്ടർ അല്ല കേട്ടോ. നല്ല റോസ് വാട്ടർ വാങ്ങാൻ കിട്ടും. 100 മില്ലിക്ക് ഏകദേശം 120-130 രൂപ വിലയുള്ള റോസ് വാട്ടർ ഉണ്ട്. അതിന്റെ പേര് അർക്ക് അംബർ എന്നാണ് അല്ലെ? അങ്ങനെ ഉണ്ടോ? അർക്ക് ഗുലാബ് വേണേ എഴുതിച്ചോളെ, അർക്ക് ഗുലാബ്. ഇത് ആയുർവേദ അല്ലെങ്കിൽ യുനാനി മെഡിക്കൽ ഷോപ്പുകളൊക്കെ ലഭിക്കുള്ളൂ. നിങ്ങൾ കടയിൽ പോയി വാങ്ങുന്ന 15 രൂപയുടെ റോസ് വാട്ടർ മുഖത്ത് തേക്കാൻ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നും വരും, കാരണം കെമിക്കൽ ആയതുകൊണ്ട്. ഓക്കെ. മറ്റൊന്ന് ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിക്കുക. കുറച്ച് പണിയെടുക്കാറുണ്ട്. ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ച് അതിലേക്ക് തക്കാളിയുടെ ചാറ് ചേർത്ത് ചാലിച്ചെടുക്കുക. അതൊരു പേസ്റ്റായി മാറും. ആ പേസ്റ്റ് ഉപയോഗിക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട്, എല്ലാ സംഭവവും അരമണിക്കൂർ കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും. ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയും. ഇനി 1-2 സിറപ്പ് കൂടെ പറയാം, കുടിക്കാൻ പറ്റുന്ന, ഉള്ളിലേക്ക് കുടിക്കാൻ പറ്റുന്ന. അതോടുകൂടി നമ്മൾ ക്ലാസ് നിർത്തുകയാണ്. സിറപ്പ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അത്ര ക്യാരറ്റ്, 1-2 ക്യാരറ്റ് മതി. 1-2 ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട്,
ഇത് മിക്സിയുടെ ജാറിൽ അരച്ച് അതിന്റെ ചാറെടുക്കുക. അതിലേക്ക് തേൻ ചേർത്ത് കഴിക്കാം. ഇത് രക്തം ഉണ്ടാകാനുള്ള ഒരു സിറപ്പാണ്. രക്തം ഉണ്ടായാൽ സൗന്ദര്യം ഉണ്ടാകും എന്നാണ് ഇതിന്റെ ഒരു നിഗമനം. അല്ലെ, രക്തം കുറവായത് കൊണ്ടാണ് പലർക്കും സൗന്ദര്യം കുറയാൻ കാരണം എന്ന് ഒരു ഊഹം വെച്ചിട്ട് പറയാം. അല്ലെ, പിന്നെ ചെമ്പരത്തി ചായ. ചെമ്പരത്തി ചായ ഉണ്ടാക്കൽ ആർക്കൊക്കെ അറിയാം? ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. എനിക്കറിയാം. വളരെ സിമ്പിളാണ്. നമ്മുടെ പറമ്പിലൊക്കെ മിക്കവാറും ആളുകളുടെ പറമ്പിലൊക്കെ ഉണ്ടാകും ചെമ്പരത്തി പൂവ്, ചുവന്ന ചെമ്പരത്തി പൂവ്. 1-2 പൂക്കൾ എടുത്ത് അത് നല്ല കഴുകി വൃത്തിയാക്കി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞാൽ പൂവിന്റെ കളറ് മാറി, അതായത് ചുവപ്പുള്ളത് വെള്ളപ്പൂവാകും. ആ പൂവ് അവിടുന്ന് എടുത്ത് ഒഴിവാക്കുന്നു, വെള്ളം കുടിക്കുന്നു. ആ വെള്ളത്തിലേക്ക് തേൻ ചേർക്കണമെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അതേപോലെ കുടിക്കാം. ഒരു പ്രശ്നം സംഭവിക്കും. ചെറുനാരങ്ങ വേണമെങ്കിൽ ചേർക്കാം. ചെറുനാരങ്ങ ചേർക്കാം. അതൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് അതിൽ മിക്സ് ആക്കാൻ വേണ്ടി അതേപോലെ കുടിച്ചാലും ഒന്നും സംഭവിക്കുന്നില്ല. വിറ്റാമിൻ നല്ലൊരു നമ്മളെ HB ഉണ്ടല്ലോ, ഹീമോഗ്ലോബിൻ കൂടാൻ ഏറ്റവും നല്ലൊരു മരുന്ന് കൂടിയാണ് സംഭവം. ഈ രക്തക്കുറവുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ തല ചുറ്റല്, കണ്ണിരുട്ടാക്കൽ, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ സാധനം ഉപയോഗിക്കാവുന്നതാണ്. ഉഷ്ണകാലത്ത് നന്നായിട്ട് ഉപയോഗിക്കാം. നല്ല ചൂട് ഉഷ്ണം നല്ല റിസൾട്ടുള്ള സൂപ്പർ സാധനമാണ് ചെമ്പരത്തി ചായ. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. അതിന് പ്രത്യേക ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ശരിക്കും. കാരണം നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി ഒരു സിറപ്പുണ്ട്. അത് ഇന്നുണ്ടാക്കിയാല് ഒരു 20-21 ദിവസം കഴിക്കും കുടിക്കണമെങ്കിൽ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഭരണി, അഥവാ പഴയ കാലത്തുണ്ടായിരുന്നു ഒരു മൺഭരണി, അങ്ങനത്തെ ഭരണിയോ അല്ലെങ്കിൽ ഗ്ലാസ്, പൊട്ടുന്ന ഗ്ലാസിന്റെ ഭരണിയോ വാങ്ങേണ്ടി വരും. ഈ 2 സാധനത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ മൺഭരണി, അതല്ലെങ്കിൽ ഗ്ലാസിന്റെ ഭരണി. ഗ്ലാസിന്റെ ഭരണിയൊക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും. ഈ ഭരണിയിലേക്ക് 1 കിലോ മുന്തിരി, അത് 1 കിലോനോ 2 കിലോനോ 5 കിലോനോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനൊരു അളവ് പറഞ്ഞതാണ്, 1 കിലോ മുന്തിരി. ആ 1 കിലോ മുന്തിരിയിലേക്ക് 400 പഞ്ചസാര. അപ്പൊ 2 കിലോനാകുമ്പോൾ 800 പഞ്ചസാര ആവും അല്ലെ? എത്ര കിലോ മുന്തിരി വേണോ അതിനനുസരിച്ച് പഞ്ചസാര ഇടും. ഒരൽപ്പം ഏലക്കായ് പൊടിച്ചതും. ഇത്രേ ഉള്ളൂ. ഈ സാധനം എന്ത് ചെയ്യണം? ഭരണിയിലേക്ക് അല്പം മുന്തിരി ഇടുക, കുറച്ച് പഞ്ചസാര ഇടുക, ഏലക്കായ് ഇടുക, വീണ്ടും മുന്തിരി ഇടുക, പഞ്ചസാര ഇടുക, ഏലക്കായ് ഇടുക. ഇങ്ങനെ ഇട്ടിട്ട് ഭരണി മൂടിയിട്ടാണ് വെക്കുക. നിങ്ങളൊന്നും ചെയ്യണ്ട. ഒരു 20-21 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഭരണി എടുക്കുന്നു, മൂടി തുറക്കുന്നു, ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നല്ല ഇളക്കിയിട്ട് അരിച്ചെടുക്കുക. ആ കിട്ടുന്ന നീര് അത് കുടിക്കുക. വെള്ളം ചേർക്കരുത് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നിങ്ങൾക്ക് 1 ലിറ്ററോ 2 ലിറ്ററോ സിറപ്പ് ലഭിക്കും മുന്തിരിയുടെ. അതാണ് കുടിക്കേണ്ടത്. നല്ല ബ്ലഡ് ഉണ്ടാകുന്ന ഒരു ടോണിക്കാണ്, ഒരു വൈന് കൂടിയാണ്. ഇനിയിപ്പോ ക്രിസ്മസിന് വൈനൊന്നും ഉണ്ടാക്കണ്ട, ഇത് മതി. അപ്പോ നല്ലൊരു ഔഷധം കൂടിയാണ്. യഥാർത്ഥത്തിൽ സൗന്ദര്യം ഇതൊക്കെയാണോ? അല്ല.
യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം ഇതൊന്നും അല്ല കേട്ടോ. ഇതൊരു മുഖത്തിന് കളർ ഉണ്ടാകാൻ വേണ്ടി നാച്ചുറലായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ചില വസ്തുക്കളാണ്. യഥാർത്ഥത്തിൽ സൗന്ദര്യം നല്ല സംസാരവും നല്ല പെരുമാറ്റവും നല്ല സ്നേഹവുമാണ് യഥാർത്ഥ സൗന്ദര്യം. അല്ലേ രാജൻ സാറ്? അപ്പോ എത്ര വെളുപ്പും കളറും ഒക്കെ ഉണ്ടായാലും വായിൽ നിന്ന് വരുന്ന വാക്ക് മോശപ്പെട്ടതാണെങ്കിൽ നമ്മളൊക്കെ അയാളെ വെറുക്കും. സൗന്ദര്യം ഉണ്ടായിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇനി എത്ര കളറ് മോശമാണെങ്കിലും നല്ല സംസാരവും നല്ല സ്വഭാവമാണെങ്കിൽ നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോ യഥാർത്ഥ സൗന്ദര്യം നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ജീവിത ശൈലിയിലുമാണ്. അതിരാവിലെ ഉണർന്ന് കുളിച്ച് ധ്യാനം ചെയ്ത് വെയില് കൊള്ളുന്ന ഒരാൾക്ക് ഒരു ഫേസ് പാക്കിന്റെയും ആവശ്യം വരില്ല എന്നാണ് സത്യം. അതിരാവിലെ ഉണർന്ന് കുളിച്ച് ധ്യാനം ചെയ്തതിന് ശേഷം വെയില് കൊള്ളുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഫേസ് പാക്കിന്റെ ആവശ്യം വരില്ല. ഇപ്പൊ മണിസാറിന്റെ ഒക്കെ വായിക്ക്, മണിസാർ ഒരു ഫേസ് പാക്കും ഉപയോഗിച്ചിട്ടല്ലല്ലോ അത്ര സൗന്ദര്യം നോക്കി. ഇല്ല. അപ്പോ ഇതാണ് ശരിയായ നാച്ചുറൽ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ ഉണരുക, കുളിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, വെയിൽ കൊണ്ട് എക്സസൈസ് ചെയ്യുക, നല്ല ഉറക്കം ഉറപ്പുവരുത്തുക. രാത്രി ഒരു 10 മണിക്ക് ഉറങ്ങിയാൽ ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേന് ഉണരുന്ന രീതിയിൽ ജീവിതശൈലി മാറ്റിയെടുക്കുക, മിതമായ രീതിയിൽ എക്സസൈസ് ചെയ്യുക, സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ടെൻഷൻ ഉണ്ട്, ടെൻഷൻ അടിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ പ്രശ്നങ്ങളെ അതിൻ്റെതായിരിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നല്ലാതെ സ്ട്രെസ് ഒഴിവാക്കുക. ഇതൊക്കെയാണ് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടുന്ന യഥാർത്ഥ ഫേസ് പാക്കുകൾ. അപ്പോ നമ്മുടെ ക്ലാസ് ടൈം ഇത്ര ഉള്ളൂ. ഇന്ന് വ്യാഴാഴ്ച അതുകൊണ്ട് പലതിൻ്റെയും ദിവസമായിരുന്നു. അപ്പൊ ഞാനൊന്ന് ഫേസ് പാക്ക് എടുത്തു എന്ന് മാത്രം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ. നല്ല ഒരുപാട് എന്താ പറയാ ഫേസ് നമ്മുടെ ഫേസ് കെയർ ചെയ്യാനുള്ള ഒരുപാട് ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എഴുതി എടുത്തവരൊക്കെ ഗ്രൂപ്പിലൊന്നും ഇടണേ. ഞാനൊന്നും എഴുതിയിട്ടില്ല, ഞാൻ അടുക്കളയിൽ പണിയില്ല. ഓക്കെ, അപ്പൊ എല്ലാരും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അതിന്റെ ആവശ്യമുണ്ടോ സിന്ധുമേ? എനിക്ക് വേണ്ട, ഞാൻ ചെയ്യാറില്ല. ഞാന് മരുമക്കള് വരുന്നത് വരെയും ഞാൻ ഒരു സംഭവം എന്റെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോ കാണാൻ എന്റെ മുഖത്തൊന്ന് തേച്ച് തരുന്നു, അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാറ്, അവര് ചെയ്തോട്ടെ. നമ്മളിൽ ഇനിയിപ്പോ എത്ര ഗ്ലാമർ വെക്കാനാ? ഒരുപാട് പറഞ്ഞല്ലോ റസാഖ് സർ. ഏറ്റവും ബെറ്റർ ഏതാണ്? ഒരുപാട് ഇത് പറഞ്ഞല്ലോ ഫേസ് പാക്ക്. അപ്പൊ ഏറ്റവും നല്ല റിസൾട്ട്, പെട്ടെന്ന് റിസൾട്ട് ഉള്ള ഏറ്റവും നല്ല ഫേസ് പാക്ക് ഏതാ? കുറച്ചുകൂടി റിസൾട്ട് ഉള്ളത് ഈ മുൾട്ടാണി മെട്ടി തൈരില് മിക്സ് ആക്കിയിട്ട് പുരട്ടി വെക്കുക. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് പഴത്തിന്റെ തൊലിയുടെ ഉൾഭാഗം നമ്മൾ തൊലിച്ചു വരുമ്പോൾ അതിന്റെ ഉൾഭാഗം കൊണ്ട് തുടച്ച് വൃത്തിയാക്കി നല്ല റിസൾട്ടാണ്. ഒരുപാട് ആളുകൾക്ക് പറയുന്നുണ്ട്. ഞാൻ ഓരോ സ്കിൻ ടൈപ്പ് വ്യത്യാസം ഉണ്ടാവില്ലേ? അവർക്ക് പ്രശ്നം ഉണ്ടാവും. ഡ്രൈ സ്കിൻ, എല്ലാവരും ഒരേ സ്കിൻ ടൈപ്പ് ആവില്ലല്ലോ. ഡ്രൈ സ്കിൻ ആവും, ഓയിലി സ്കിൻ ആവും. അവര് ചിലര് ശ്രദ്ധിക്കണം അത് ചെയ്യുമ്പോ. അത് ശ്രദ്ധിക്കണം. ഓയിൽ അല്ലാത്തവർക്ക് ബദാം ഓയിൽ നല്ലതാട്ടോ. ബദാം ഓയിൽ ചിലർക്ക് റോസ് വാട്ടർ പറ്റില്ല. ഓക്കെ, വേറെ റോസാക്ക് റോസ് വാട്ടർ എന്ന് പറയണതേ, നമുക്ക് റോസാപ്പൂവ് കിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല റോസ് വാട്ടർ നമുക്ക് തന്നെ ഉണ്ടാക്കാം.
കുറച്ച് റോസാപ്പൂക്കൾ കളക്ട് ചെയ്തിട്ട് നമ്മള് തിളപ്പിച്ച് അരിച്ച് കുപ്പിയിലാക്കി വെച്ച മുഖത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ മക്കള് ചെയ്യണേ കാണുന്ന കേട്ടാ. ഞങ്ങളെ വീട്ടിൽ റോസ് ഉണ്ട്, അതുകൊണ്ട് പൂ പൊട്ടിച്ചിട്ട് അവരുണ്ടാക്കും. ആ റോസ് പൂ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാ, കടകളിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. ഈ പിന്നെ റോസ് അതുപോലെ വാട്ടർ ഞാൻ ഉദ്ദേശിച്ച റോസ് വാട്ടർ അർക്ക് ഗുലാബ് എന്ന് പറഞ്ഞാല് റോസ് വാറ്റുന്നതാട്ടാ. അർക്ക് പറഞ്ഞ മനസ്സിലായില്ല? അർക്ക് പറഞ്ഞ എന്താ? പഴയ റാക്കായിരിക്കും. അതന്നെ സാധനം. അർക്ക് പറഞ്ഞ അതന്നെ. ആ പഴയ കാലത്ത് നമ്മള് ബോർഡ് കണ്ടിരിക്കില്ല, അർക്ക് എന്നിട്ട് അതന്നെ സാധനം. അതായത് റോസ് വാട്ടർ വാറ്റുന്നതാണ്, വാറ്റെടുക്കുന്ന സാധനമാണ്. ചുരുക്കി പറഞ്ഞാൽ ചാരായാണ് അർത്ഥം. പക്ഷെ അതിൽ മറ്റുള്ളൊന്നും ചേർക്കണില്ല, അത്രേ ഉള്ളൂ. ഒരു പാക്ക് ഞാനും പറഞ്ഞുതരാം, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പാക്ക്. ചിരട്ടല്ലേ, ചിരട്ട മൊരി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കത്തിക്കുക. ഇങ്ങനെ നമ്മള് കത്തിച്ചിട്ട് അത് ഇങ്ങോട്ട് എടുത്ത് അത് മിക്സിയിലിട്ട് അരയ്ക്കുക. അത് മാത്രം മതി. അത് മുഖത്ത് ഒരു അരമണിക്കൂർ തേച്ച് നല്ല റിസൾട്ടാണ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് പാക്കുകൾ ഉണ്ട്. ഏറ്റവും സേഫ്റ്റി ഉള്ളത് ഉപയോഗിക്കുക. ഈ ഓയിലി സ്കിന്നാണെങ്കിൽ ടീ ട്രീ ഓയിൽ നല്ലതാണ് കേട്ടോ. ഓയിലി അതായത് ടീ ട്രീ ഓയിലിനകത്ത് അലോവേര ജെല്ല് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്താലും റിസൾട്ട്. പക്ഷെ ടീ ട്രീ ഓയിൽ നിങ്ങൾ പറഞ്ഞിട്ട് 20 രൂപയ്ക്കും 30 രൂപയ്ക്കും ഒന്നും കിട്ടൂല. അതിന് നല്ല റേറ്റ് ഉണ്ട്. ഇതാ ടീ ട്രീ ഓയിൽ നല്ല റേറ്റ് വരും. ഡോക്ടറാണ് നമ്മളെ വീട്ടിൽ വാങ്ങേണ്ടി വരും. ഒരു കുട്ടി ഡോക്ടറാണ് ടീ ട്രീ ഓയിൽ. കണ്ടാ, ഇതിപ്പോ എന്താ പറയാ, ഇതിപ്പോ മഞ്ഞപ്പൊടി അവിടെ അടുക്കളയിൽ ഉണ്ടാവും. അതിങ്ങനെ എടുത്താൽ മതി. മറ്റേതല്ല, മറ്റേ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അല്ല സാറേ, ഒരു കാര്യം പറയട്ടെ, മഞ്ഞപ്പൊടി അടുക്കളയിലുള്ളത് നമ്മൾ പൊടിപ്പിച്ചതായിരിക്കണം. മഞ്ഞളിന്റെ പൊടിയായിരിക്കണം. ഞാൻ പറഞ്ഞു മഞ്ഞളിന്റെ പൊടിയായിരിക്കണം, മഞ്ഞപ്പൊടി പറ്റൂല. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, കയ്യിലോ കാലിലോ ഒക്കെ ഒന്ന്. കാരണം ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാവും. അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ കോഫി പൗഡർ നല്ലതാട്ടോ. കോഫി പൗഡർ, കാപ്പിപ്പൊടി, അത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു. ഇവിടെ മക്കൾ ഉണ്ടാക്കണ പാക്ക് എന്ന് പറയുന്നത് കാപ്പിപ്പൊടി, മിൽട്ടാണി, പിന്നെ കടലമാവ്, ഇതൊക്കെ വെച്ചിട്ട് കാണാൻ അവര് പാക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും ഒരാഴ്ച. ഒരു ഞായറാഴ്ച ദിവസം അവരെല്ലാവരും മക്കളെല്ലാവരും ചെയ്യും, എല്ലാ ഞായറാഴ്ചയും ചെയ്യും. അപ്പൊ കൊടുത്തിട്ട് ഒരു ശേരം എന്റെ മുഖത്തും തേച്ചേരി. എനിക്ക് രാവിലെ 4:30 കുളിക്കണല്ലോ, പിന്നെ എനിക്ക് തേക്കണ ഇഷ്ടമല്ല. മുഖത്ത് മാത്രല്ല, അമ്മാണ്ട് കഴുകിയാ പോരെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അവര് കൊടുത്ത് തേച്ച് തരുന്നത്. അവരെ ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ നല്ല തന്നെ. പിന്നെ അതുപോലെ തന്നെ രക്തം ഉണ്ടാവാനുള്ളത് ഒരു കാര്യം കൂടി പറയട്ടെ സാറേ. എന്താണ്, നമ്മളെ ചെറിയ ഉള്ളിയും പിന്നെ ഈത്തപ്പഴം അതും കൂടി കുക്കറിലിട്ട് അടിച്ച് തേങ്ങാപ്പാലും എണ്ണയും നെയ്യൊക്കെ ചേർത്ത് വിരകി അത് കുറച്ച് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാ. അത് ഇതുപോലെ തന്നെ നമുക്ക് രക്തം വെക്കാൻ നല്ലതാ. അതുപോലെ വേറൊരു സംഭവം ഉണ്ടല്ലോ സാറേ, എന്താണ്, അശോക തെച്ചിയ, അങ്ങനത്തെ ഇതില്ലേ, അശോക തെച്ചി, അതും പച്ചരിയും കൂടി അരച്ച് വിരകി കഴിക്കാം. അതും രക്തം വെക്കാനൊക്കെ നല്ലതാ. കുറെ മരുന്നുകള് കേട്ടിട്ടുണ്ട്. കാരണം വീട്ടിലെ അച്ഛനും അച്ഛമ്മയൊക്കെ വൈദ്യശാല നടത്തിയിരുന്ന ആൾക്കാരാ. അവര് വീട്ടിൽ തൈലം കാച്ചലും ഇതൊക്കെ ചെയ്തിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് കുറെ മുന്നേ. അതിൽ ഈ അശോകം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അശോകം പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം അറിയാം? അശോകം അങ്ങനെ വെച്ചാലൊന്നും എനിക്കറിയില്ല, പറയണ കേട്ടിട്ടുണ്ട്. ശോകമല്ലാത്തത് എന്ന് പറഞ്ഞാൽ ലേഡീസിന് ഒരുപാട് രോഗത്തിന് പറ്റിയ മരുന്നുകൾ അശോകത്തിലുണ്ട്. ലേഡീസ് സ്പെഷ്യലിസ്റ്റ് ആണ് അശോകം. താങ്ക് യു. വേറെ ആർക്കെങ്കിലും? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മറ്റേ ആ സിറപ്പ് ഉഷാറായിട്ടുണ്ട്. ആ മറ്റേ മുന്തിരിന്റെ അത് നന്നായിട്ട്, മുന്തിരി സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കി നോക്കണം. അത് ഏതാ സാറേ, ഉണക്കമുന്തിരി
ഏതാ മേടിക്കണ്ടേ? കറുപ്പ വെള്ള ഏതാ? പഞ്ചസാരക്ക് പകരം ശർക്കര പറ്റുമോ? പഞ്ചസാരക്ക് പകരം ഇല്ല, കേട് കംപ്ലൈന്റോ? പഞ്ചസാര കംപ്ലൈന്റ് ചെയ്താതൊക്കെയുള്ള കെമിക്കലാണ് കേട്ടോ. പഞ്ചസാര പഞ്ചസാര അതിന്റെ കംപ്ലൈന്റ് കണക്ക് എത്ര ഒന്നും കൂടി പറയാവോ? നിങ്ങൾക്ക് കണക്ക് ഉപയോഗിക്കാം. ഒന്നും കൂടി പറയോ? അതിന്റെ കണക്ക് 1 കിലോ മുന്തിരിയിലേക്ക് 400 ഗ്രാം പഞ്ചസാര, 1 ടീസ്പൂൺ ഏലക്കായിന്റെ പൊടി. 1 കിലോ മുന്തിരി ആണെങ്കിൽ. അപ്പൊ 2 കിലോനാണെങ്കിൽ 800, 2 ടീസ്പൂൺ ഏലക്കായിന്റെ പൊടി. അത്രേ ഉള്ളൂ. അത് മിക്സ് ആക്കി ഇടണം. അതായത് മുന്തിരി ഇടുക, പഞ്ചസാര ഇടുക, ഏലക്കായിന്റെ പൊടി ഇടുക, വീണ്ടും മുന്തിരി ഇടുക, അങ്ങനെ ഇടണം ആ ഭരണിയില്. അങ്ങനെ ഇട്ടിട്ട് മൂടിയിട്ടാണ് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട. ഒരു 20-21 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഇട്ട മുന്തിരിയിൽ ഒരു തരം വെള്ളമായി മാറിയിട്ടുണ്ടാവും. ആ വെള്ളമാണ് കുടിക്കേണ്ടത്. വൈനല്ലേ? ചേർക്കരുത്. കഴുകി മുന്തിരി നല്ല കഴുകി വൃത്തിയാക്കണം. മുന്തിരി വൈന്. മുന്തിരി നല്ല കഴുകി വൃത്തിയാക്കണം. അതിലുള്ള വെള്ളമൊന്നും അതിലേക്ക് പോകരുത് കേട്ടോ. വെള്ളം തീരെ പാടില്ല. നിങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും അതിൽ ചേർക്കരുത്. ഒരു തുള്ളി വെള്ളം ചേർത്താൽ അത് കംപ്ലൈന്റ് ആവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷമാണെങ്കിലും ഉപയോഗിക്കാം. കംപ്ലൈന്റ് ആവില്ല. കാരണം കംപ്ലൈന്റ് ആകാതിരിക്കാനുള്ള കാരണം പഞ്ചസാര ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ അതിന് അതുപോലെ പഞ്ചസാര സാറേ നെല്ലിക്ക ചെയ്യാലോ നമുക്ക്, ശർക്കര ലായനിക്കകത്ത് നെല്ലിക്ക ശർക്കര ലായനി ചെയ്യാം. പക്ഷെ നെല്ലിക്ക നീര് പറ്റില്ല, രക്തം ഉണ്ടാക്കാൻ പറ്റില്ല. അത് വേറെ ആവശ്യത്തിനാണ്. അങ്ങനെയല്ല, അല്ല, തേനെല്ലിക്ക അല്ല. ശർക്കരപ്പാനിക്കകത്ത് നെല്ലിക്ക ഇതുപോലെ സാറ് പറയണത് പോലെ ഇട്ട് വെക്കാനാണ്. കുറെ ദിവസം ഇരിക്കണത്. എന്നതിന് ശേഷം ആ നെല്ലിക്കത്തെ മുഴുവൻ സത്വത്തിൽ വന്ന് നല്ല ടേസ്റ്റ് ആണ്. അതെ അതെ അതെ. അരിഷ്ടം, അത് അരിഷ്ടാണ്. അത് തിരി പറ്റൂല. ഈ തേനെല്ലിക്കായില് തേനുമായിട്ടൊരു ബന്ധമില്ല കേട്ടാ. തേനെല്ലിക്കക്ക് തേനുമായിട്ട് ഒരു ബന്ധമില്ല. തേൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല നെല്ലിക്കയില്. അത് ശർക്കര ലായനിയാണ്. ഓക്കെ. നമുക്ക് ഉണ്ടാക്കാം. അതാണെങ്കില് ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. നെല്ലിക്കയെ ചുണ്ണാമ്പ് വെള്ളത്തിലിട്ടിട്ട് ചീർപ്പിച്ച്, അതായത് പഴുപ്പിച്ചാണ്. അതിന് ശേഷമാണ് ശർക്കര ലായനിയിൽ ഇടുന്നത്. അപ്പൊ നമുക്ക് തേനെല്ലിക്കയായി തോന്നും. പക്ഷെ തേനുണ്ടാവില്ല, നെല്ലിക്ക ഉണ്ടാവും. ഇല്ല സാറേ, ഞങ്ങള് തേനെല്ലിക്ക ഉണ്ടാക്കും. തേനിനകത്തിട്ടുണ്ടാക്കും. സ്ഥിരം ഉണ്ടാക്കുന്നതാ. തേനൊഴിച്ച് ഉണ്ടാക്കാറുണ്ട്. അല്ല, നമുക്ക് കിട്ടുന്നതിൽ തേനില്ല. അല്ല, നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും ഇപ്പൊ അതാവില്ല. വേറെ ശീലമ്മ എന്ത് പറയുന്നു? വൈൻ കുടിച്ച് മസ്തായ? എടുക്കണ്ടേ അല്ലെ പച്ചയോ? ഓക്കെ. മുന്തിരിയെ പച്ചയാണോ പച്ചയാണോ എടുക്കണ്ടേ? കറുപ്പല്ലേ? കറുത്ത മുന്തിരി. കറുത്ത ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി ഉണക്കമുന്തിരിയാണോന്ന് ഉദ്ദേശിച്ചത്? ഉണക്കമുന്തിരി അല്ല. ഓക്കെ. അടുത്ത മാസം ബി മാജിക്കില് സൗന്ദര്യ മത്സരം നടത്തിയാലോ എന്ന് ആലോചിക്കുന്നു. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്. അതല്ല ബഷീർ സാറ് ഇന്നോട്ട് അടുക്കളയില് ബഷീർ സാറിന്റെ സൗന്ദര്യം ഇപ്പൊ മനസ്സിലായി. അടുത്ത മാസം ഇതൊരു ചാലഞ്ചായിട്ട് ഇടുക്കി അല്ലേ? എല്ലാരും ഡൗട്ട്സ് ഒക്കെ കഴിഞ്ഞോ? ആർക്കും ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലേ? കഴിഞ്ഞോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അല്ലേ? എനിക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ആണുങ്ങളാണെങ്കിൽ പറയും, കഴിഞ്ഞ ആഴ്ച ചിലപ്പോ ഞാൻ പേറ്റ് മഞ്ഞപ്പൊടി കൊണ്ടുവന്ന് അല്ലെങ്കിൽ മഞ്ഞൾ പൊടിപ്പിച്ച്, ഇതൊക്കെ ഇപ്പൊ എവിടെ പോയി ഒരു ട്രെൻഡ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ ഏറ്റവും ഗ്ലാമർ ഉള്ള മോർണിംഗ് ഗ്രൂപ്പ് നമ്മുടേതായിട്ട് മാറുമെന്നാ തോന്നുന്നത്. സംശയമില്ല. അല്ല, എങ്ങനെ തന്നെയായി വരും. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചെയ്തോളൂ ഇപ്പൊ. അതെ.
എളുപ്പമുണ്ട്, ചെയ്യാൻ എളുപ്പമുണ്ട്. പരീക്ഷിക്കേ നമ്മളെ റസാഖ് സാറ് നമുക്ക് ഇത്രയും നല്ല അറിവുകൾ തരുമ്പോ നമ്മൾ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. പരീക്ഷിക്കുക എല്ലാവരും. പൈസക്ക് കുഴപ്പമില്ല, പൈസയുള്ളൂ. പിന്നിപ്പോ സൗന്ദര്യം എന്നല്ലാത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇയർ ബാലൻസിന് എന്താ ചെയ്യാ? അതിന് എക്സസൈസ് ആണെന്ന് പറയണ്ടല്ലോ കൂടുതൽ മരുന്നിനെക്കാളും ഇയർ ബാലൻസിന്റെ പ്രശ്നം. അത് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യണ്ട, അപ്പൊ പിന്നീട് ചർച്ച ചെയ്യാം. ഞങ്ങൾ ഇന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരട്ടെ. ആ ഓക്കെ. വേറെ കാര്യം മനസ്സിലായത് റസാഖ് സാറും സിന്ധു മാം ഒക്കെ ഇപ്പോഴും യങ് ആയിട്ട് നിൽക്കുന്ന റീസൺ അല്ലേ? ഒരുപാട് ഫേസ് പാക്ക് ഒക്കെ ട്രൈ ചെയ്ത് എന്തൊക്കെ മനസ്സിലാക്കി. അത് ഞങ്ങള് ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ടല്ല, ഞങ്ങൾക്ക് ഇത് അറിയാം, അതുകൊണ്ടാണ്. അതെ പൊന്നു മോളെ, അല്ല ഇപ്പൊ ജനിച്ചു വരുന്ന കുട്ടികൾ അടക്കം ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, ഈ വക എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. എന്തിനു പറഞ്ഞു എന്റെ പേരക്കുട്ടി അവളെ അമ്മ ചെയ്യണ കണ്ടിട്ടാണ് ലിപ്സ്റ്റിക്ക് എന്തേലും സാധനം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാട്ടാച്ചമ്മ എന്ന് പറയും. എന്താ ഇത് കണ്ടാണ് അവര് വളരുന്നത്. ഞാനൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ലിപ്സ്റ്റിക്ക് ഇടാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കണ്ണെഴുത പോലും ചെയ്യില്ല, ഒരു പൊട്ട് തൊടും, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ ഈ കുട്ടികളെ കല്യാണം കഴിച്ചു വന്നപ്പോ ഇവിടെ ഒരു ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ടല്ലോ എന്റെ മൂത്ത മരുമകള്. എന്നാ അവള് അവിടെ യൂസ് ചെയ്യണ ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടില്ല, നാച്ചുറൽ ആയിട്ട് എന്തൊക്കെ കിട്ടും ഇവിടെ ഉണ്ടാക്കും, എന്നിട്ട് അത് ഞങ്ങളൊക്കെ മുഖത്ത് തേച്ച് തരും, അല്ല അതൊന്നും ചെയ്യാറില്ല. അത് എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ സമ്മതിക്കുള്ളൂ, അധികം ഞാൻ എനിക്ക് വേണ്ട പറയും. അപ്പൊ സാറ് പറയണ പോലെയാണ്, റസാഖ് സാർ പറയണ പോലെ ഒരു പാക്കും വേണ്ട, നമ്മളെ സ്വഭാവം എന്താ അതാണ് നമ്മളെ സൗന്ദര്യം. നമ്മൾ എങ്ങനെയാണ് ഒരാളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ നമ്മളെ സംസാര രീതി, അതാണ് നമ്മളെ സൗന്ദര്യം. അതാണ് നാച്ചുറൽ സൗന്ദര്യം എന്ന് പറയുന്നത്. മറ്റൊക്കെ കൃത്രിമം നമ്മൾ ഉണ്ടാക്കണല്ലേ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ പൈറ്റ് അടിച്ചിട്ട് നടന്നിട്ടൊന്നും സ്വഭാവം മോശമാണെങ്കിൽ ഒരാൾ തിരിഞ്ഞു നോക്കൂല. അതാണ് ഇപ്പൊ കറുത്ത ഒരാളാണെങ്കിൽ അവര് നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അവരെ നമ്മൾ ഇഷ്ടപ്പെടും. നിറത്തിനൊന്നും അവിടെ ഒരു പ്രസക്തി ഇല്ല, സ്വഭാവമാണ് ഏറ്റവും വലുത്. അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാനും റസാഖ് സാറൊക്കെ. അപ്പൊ ഞങ്ങളെ സൗന്ദര്യം എന്നും വർദ്ധിച്ചോട്ടേ ഇരിക്കും. ഓക്കെ, പറഞ്ഞോളൂ. 5 മിനിറ്റ് ഉണ്ട്, പറഞ്ഞോളൂ. അല്ല മറ്റേ സാർ അല്ല മുന്തിരിന്റെ ഒന്ന് ക്ലിയർ ആയി കൊടുത്ത അത് സംശയം വന്നിരുന്നു, ഇത് ഉണക്കമുന്തിരിയാണോ പച്ചമുന്തിരി എന്നൊക്കെ ഒന്ന് ക്ലിയർ ആയി റോസ പറഞ്ഞു ക്ലിയർ ആയി കൊടുക്കുന്നുണ്ട്. പച്ച റോസ് മുന്തിരി നമ്മളെ കടയിലൊക്കെ കിട്ടില്ലേ, ഫ്രൂട്ട് കടയിലൊക്കെ കിട്ടില്ല. നേരത്തെ ചർച്ചയിൽ പറഞ്ഞു ഉണക്കാണോ മറ്റേതാന്നൊക്കെ സംശയം വന്നിരുന്നു, ഒന്ന് ക്ലിയർ ആയി കൊടുക്കുന്നുണ്ട്. നമ്മള് ജ്യൂസ് അടിക്കാൻ വാങ്ങുന്ന മുന്തിരിയല്ലേ? അതെ 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 അതെ. അതെന്തായാലും ചെയ്ത് നോക്കണം. ഒരു 20-21 ദിവസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്താല് ജസ്റ്റ് ഒരു പാത്രത്തിലിട്ട് നല്ലൊന്ന് ഇളക്കിയതിന് ശേഷം അരിച്ചെടുത്താൽ മതി. ആ ചണ്ടിയൊക്കെ നല്ല പിഴിഞ്ഞെടുത്ത് ചണ്ടി ഒഴിവാക്കുക, ആ ചാറ് കുടിക്കാം. നല്ല നല്ല സിറപ്പാണ്, കംപ്ലൈന്റ് ആവില്ല. ഓവറായാലും അവിടെ കിടക്കും. അതെ, ഓവറായാലും ചിലപ്പോൾ കിടക്കും. അതാണ് ഞാൻ വൈന് കൂടിയാണ് പറഞ്ഞത്. ഓവറായാല് പ്രശ്നമാണ്, വൈന് കൂടിയാണ്. ആ അപ്പൊ ഒരു പരിധി ഉണ്ട്, ഒരു 1/4 ഗ്ലാസ് ഒക്കെ കുടിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. അതിലേക്ക് മറ്റു കുറെ സാധനം യൂസ് ചെയ്താൽ അത് ലഹരിയാവും. അത് ഞാൻ ഇപ്പൊ ഇവിടെ പറയണില്ല എന്താ സാധനം മിക്സ് ആക്കണ്ടേ. ഓക്കെ. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. സാറ് ട്യൂട്ടോറിയലിന്റെ കാര്യം പറഞ്ഞില്ലേ കുട്ടികളെ, അത് നിങ്ങൾ എന്തായാലും വാങ്ങി വെക്കണം. ഒരു കുട്ടി ഡോക്ടറാണ്. ഞാൻ ഒരു ഇത് പറയാം, ഒരു അനുഭവം പറയാം. എന്റെ 2ാമത്തെ മകൻ ഗൾഫിൽ പോകുന്ന അന്ന് വൈകുന്നേരം അവൻ ഗൾഫിൽ പോവാ. അന്ന് രാവിലെ അടുപ്പത്ത് കുറച്ച് തിളച്ചവെള്ളം ഇറക്കി വെച്ചത്, ഇറക്കിയ പാടെ ആ വെള്ളം കയ്യിലാണ്ട് പോയി. കയ്യുമ്മ പോയപ്പോ ഞങ്ങൾ പറഞ്ഞു ഇന്നത്തെ പോക്കിന് എന്തോ, കാരണം ഇത് പൊള്ളച്ച് നാശം ഇനി പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്റെ അത് ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ തോന്നി അതൊന്ന് ഇറ്റിച്ചു വെക്കട്ടെ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് അത് എടുത്തു തുറന്നിട്ട് ആ പൊള്ളിയ സ്ഥലത്ത് ഞാൻ അങ്ങോട്ട് ഇറ്റിച്ചു കൊടുത്ത്. എന്തോ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ആ പുകച്ചിലൊക്കെ മാറി, പൊള്ളക്കാവട്ടെ ഒന്നും ഉണ്ടായില്ല. ആദ്യം എങ്ങനെയായിരുന്നു അവന്റെ കൈ, അതേപോലെ തന്നെ ഇരുന്നു. അത്രയും നല്ല എഫക്റ്റ് ഉള്ള സംഭവമാണ് ട്യൂട്ടോറിയല്.
അതുപോലെ പല്ല് വേദനയ്ക്ക് പഞ്ഞിയിൽ മുക്കി കുറച്ച് അണക്ക വെച്ചു കൊടുത്താൽ പല്ലുവേദന പെട്ടെന്ന് മാറും. തലവേദന, ജലദോഷം, പനി ഉണ്ടായി അതൊരു ഉള്ളി ഇറ്റിച്ചിട്ട് ആവി പിടിച്ച അതും നല്ലതാണ്. എല്ലാറ്റിനും പറ്റിയ നല്ലൊരു സാധനമാണ് ടീ ട്രീ ഓയിൽ. എല്ലാവരും വീട്ടിൽ വാങ്ങിക്കേണ്ട ഒരു സംഭവമാണ്. ഒരു കുട്ടി ഡോക്ടറാണ് ടീ ട്രീ. നല്ല റേറ്റും ഉണ്ട്. റേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ പറയണം. എന്റെ അടുത്ത് എപ്പോഴും ഒരെണ്ണം സ്റ്റോക്ക് ഉണ്ടാവലുണ്ട്. എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, ടീ ട്രീ ഓയിൽ. ടീ ട്രീ ചായയുടെ ഇല. ചായന്റെ ടീ, ഇലന്റെ ട്രീ. പറഞ്ഞാണെങ്കിൽ ഞാൻ സംഭവം നിങ്ങൾക്ക് അയച്ചുതരാം. ആവശ്യമുള്ളവര് പറഞ്ഞാൽ തേയിലയുടെ എക്സ്ട്രാക്ട് ആണ് അത്. അതിന് വേറെയും സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സാധനം ചേർക്കുന്നുണ്ട്. വാങ്ങാൻ കിട്ടും, സാധനം വാങ്ങാൻ കിട്ടൂട്ടാ. പൈസ ഉണ്ടായാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ചിരിച്ചു കൊടുത്താൽ കിട്ടില്ല. അല്ലാതെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണോ? ഓൺലൈൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടാവും. ആമസോണിൽ ഉണ്ടാവും. സാധനേ നിങ്ങൾ എത്ര പേർക്ക് വേണം എന്നുള്ളത് പറയുകയാണെങ്കിൽ ഞാൻ അഡ്രസ്സും അയച്ചു, ഞാൻ നിങ്ങൾക്ക് സാധനം അയച്ചു തരാം. എവിടുന്നാ എന്താണെന്ന് അറിയണ്ട, നിങ്ങൾക്ക് സാധനം ഞാൻ അയച്ചു തരും. നിങ്ങള് വേണ്ടവർ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഫ്ലിപ്കാർട്ടിലുണ്ട്, ആമസോണിലുണ്ട്, പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ, ആയുർവേദ മെഡിക്കൽ ഷോപ്പിലുണ്ടാവും, ഫാൻസിയിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നല്ല നല്ല സാധനം വാങ്ങിക്കോളേ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും വാങ്ങണ്ട. കാരണം നമ്മളെ ശരീരത്തിൽ ഉപയോഗിക്കാനുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പാഴ്സൽ അയച്ചു തരാം. ഇന്നൊന്ന് വിളിച്ചാൽ മതി ഓരോരുത്തർ വേണ്ടവര്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം, എത്ര രൂപ. ശുദ്ധമായ തേന് ഈ പറഞ്ഞതുപോലെ പൊള്ളലിന് പറ്റും. അതെ, ജിഞ്ചർ ഹണി നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതാണ്. ജിഞ്ചർ ഹണി ഒക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാ. നല്ല ശുദ്ധമായ തേനായിരിക്കണം മാത്രം, നല്ലതാണ്. പൊള്ളലിന് പറ്റും. അതേപോലെ തന്നെ മുഖത്ത്, ഫേസ്, നമ്മളെ ശരീരത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. മുറിവ്, കത്തിയൊക്കെ തട്ടിയിട്ടുള്ള മുറിവിനാണെങ്കിൽ ആ തുടച്ചു കളയാൻ തേൻ പുരട്ടിയാൽ ആ മുറിവ് അങ്ങനെ സംഭവിച്ചതായി അറിയേയില്ല. അങ്ങനെ മുറിവാണ് സംഭവിച്ചതെന്ന് അറിയാനില്ല, അടയാളം പോലും ഉണ്ടാവില്ല, ശുദ്ധമായ തേനാണെങ്കിൽ. ഓക്കെ, ഇതൊക്കെ നല്ലൊരു അറിവാണ്. എഴുതി വെച്ചോളി, ആവശ്യം വരും. എഴുതൊന്ന് ഗ്രൂപ്പിൽ ഇട്ടാ നേരത്തെ പറഞ്ഞ പാക്കുകളൊക്കെ. താങ്ക് യു. വേറെ എന്തെങ്കിലും? നല്ല ക്ലാസ് ആയിരുന്നു സാറേ. കാരണം സാറിന്റെ ഇങ്ങനത്തെ കുറെ അറിവുകള് ഞങ്ങളിലേക്ക് പകർന്നു തരുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒത്തിരി അറിവാണ്. ഹെൽത്തുമായി സംബന്ധിച്ച് നമ്മളൊരു ഡോക്ടർക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മളെ റസാഖ് സാറെ സമീപിച്ചാൽ മതി, നമുക്കറിയാൻ പറ്റും. ഇനി നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയേണ്ടത് ഷുഗർ ആയിട്ടുള്ള ആൾക്കാർ ഇനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കഴിക്കണം, അവർക്ക് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, അങ്ങനത്തെ ക്ലാസ് എന്തായാലും സാർ എടുത്തു തരണം, നിർബന്ധമാണ്. അതും കൂടി ഒന്ന് അറിയണം എന്ന് മനസ്സിലാഗ്രഹമുണ്ട്. പിന്നെ സാറ് പറഞ്ഞതിനകത്ത് ആ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയുള്ള ആ ഒരു ഇത് ഷുഗറുകാർക്കും കഴിച്ചൂടെ? തേന് ശുദ്ധമായ തേനാണെങ്കിൽ കഴിക്കാം. ഓക്കെ, മണിസാർ പറഞ്ഞോളൂ. നല്ലൊരു ടിപ്സാണ് ഇന്ന് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മുഖം വാഷ് ചെയ്താൽ തന്നെ നമുക്കൊരു തണുപ്പും ഇതൊക്കെ വരുമ്പോ തന്നെ ഫേസ് ഒന്ന് ക്ലിയർ ആവും. അപ്പൊ സാറ് പറഞ്ഞ ഓരോ സമയത്തും നമ്മളെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എപ്പോഴാണ് എന്തൊക്കെയാ കിട്ടുക എന്ന് പറഞ്ഞാൽ, ഈ പപ്പായാണ് ശരി, വെള്ളരിയാണ് ശരി, നമുക്ക് എപ്പോഴാണ് കിട്ടുക അതിനനുസരിച്ചിട്ടുള്ള ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ റിസൾട്ട് നമ്മളെ ഫേസിൽ കാണാൻ പറ്റും. ഓരോന്ന് സാറ് പറഞ്ഞ ഈ 14 ഐറ്റം അത് ഏതെങ്കിലും ഒന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞുണ്ടെച്ചാൽ നമ്മളെ ഫേസ് ഒന്ന് ഗ്ലോ ചെയ്യുന്ന ഉറപ്പാണ്. അപ്പോൾ ഇത്തരം അറിവുകൾ നൽകിയതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, സാറ് പറഞ്ഞ ലാസ്റ്റ് യഥാർത്ഥ സൗന്ദര്യം, അത് നമ്മളെ പെരുമാറ്റവും നമ്മളെ സ്നേഹവും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളെ മനസ്സിൽ സന്തോഷവും ഒരു സമാധാനം വരുമ്പോ തന്നെ നമ്മളെ ഫേസ് ഒന്ന് ക്ലിയർ ആവും. അപ്പൊ ആ ഒരു ഇത് തന്നെയാണ് സാറ് പറഞ്ഞത്. അത് പെട്ടെന്ന് തൽക്കാലം ഒന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ഫേസ് ഒന്ന് ഗ്ലോ ചെയ്യണമെങ്കിൽ, ഒന്ന് ലിഫ്റ്റ് ആക്കണമെങ്കിൽ, മാരേജിന് പോകേണ്ടത് അല്ലെങ്കിൽ വേറെ ഒന്ന് നമുക്ക് തന്നെ സ്വന്തം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇന്ന് സാറ് പറഞ്ഞു തന്നത്. താങ്ക് യു വെരി മച്ച് സാർ. നന്നായിരുന്നു. താങ്ക് യു. ശാസ്ത്രം പറയണ്ടോ?
ഇല്ല. അതെ. ഷുഗറിന്റെ ക്ലാസ് എടുക്കുകയല്ലേ, ഞാൻ എടുക്കണ കാട്ടി മെച്ചാണ്. ഹലോ. പറഞ്ഞോളൂ. സാറേ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം ഇപ്പോ മണി സാർ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ ഒരുവിധം സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഉള്ള സംഭവങ്ങൾ നമ്മളത് വെറുതെ വേസ്റ്റ് ആക്കി കളയാണ്, അതവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഉള്ള സമയത്ത് ഉള്ളത് കൊണ്ട് ഉപയോഗിക്കും. ഇപ്പൊ ചെമ്പരത്തിയുടെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്ത് സാധനം ആയിക്കോട്ടെ, മഞ്ഞളായിക്കോട്ടെ, നമ്മുടെ വീട്ടിലുണ്ടാവും. പക്ഷെ നമ്മളത് ഉള്ള ആളുകൾ പുറത്തേക്ക് കൊടുക്കുക ചെയ്യണ, അവനവന്റെ വീട്ടിൽ ഉപയോഗിക്കണില്ല. അപ്പൊ അത് അവനവന്റെ വീട്ടിൽ ഉപയോഗിച്ച് ഉള്ള റിസൾട്ടുകൾ എടുക്കുക. അപ്പൊ വലിയ വലിയ കാര്യങ്ങൾക്ക് പോവാണ്ട് ഉള്ള സംഭവങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പപ്പായൊക്കെ നശിച്ചു പോണ വീടുകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മക്കളൊക്കെ ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ. പിന്നെ സിന്ധു മാം പറഞ്ഞു വീട്ടില് ഇതുവരെ ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ മക്കൾ വന്നപ്പോഴാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. മക്കൾ വന്നപ്പോ ഉപയോഗിച്ച് തുടങ്ങിയപ്പോ അതിന്റെ ഭംഗി കാണാണ്ട് മുഖത്ത് ഞങ്ങൾ വരുമ്പോഴൊന്നും ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. ഓക്കെ, താങ്ക് യു. അതില് ഇപ്പൊ പറഞ്ഞത് ശരിയാട്ടോ. കാരണം വെച്ചാല് ഈ ചെമ്പരത്തി ഒക്കെ വെട്ടിയിട്ട് തെങ്ങിനിടുന്ന ആളുകളുണ്ട്. ചെമ്പരത്തി പൂവ് നമുക്ക് ഔഷധമാണ്. ചെമ്പരത്തിയുടെ ഇല നല്ല താളിയാണ്, മുടി കൊഴിച്ചില്, അതേപോലെ തന്നെ മുടിന്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരാൻ നല്ല താളിയാണ് ചെമ്പരത്തിന്റെ ഇല. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അത് തെങ്ങിന് വളം ഇടാൻ വലിയ മുടണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. താങ്ക് യു. മുടിയുടെ ഒരു കാര്യം കൂടി പറയാം. മുടി കൊഴിച്ചിലും മുടി വളരാനും ദിവസവും ചെയ്യാൻ പറ്റുന്നവർക്ക് ദിവസവും ചെയ്യാം. മുരിങ്ങ ഇലയും കറിവേപ്പിലയും കൂടി അരച്ച് നല്ല ഒരു ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുഴമ്പ് പോലെ ആക്കിയിട്ട് മുടിയിൽ നല്ല അപ്ലൈ ചെയ്യുക. കുറച്ചൊരു 5 മിനിറ്റ് കെട്ടി വയ്ക്കുക. എന്നിട്ട് തല നനച്ച് കുളിക്കുക. എന്നും ചെയ്ത് നോക്കി, മുടി വളരും ചെയ്യും, മുടി കൊഴിച്ചിൽ മാറും ചെയ്യും. അത് ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് ഉള്ള കാര്യം. ഓക്കെ, താങ്ക് യു. ചെമ്പരത്തി ചായ പോലെ തന്നെ ഇപ്പൊ ശംഖുപുഷ്പത്തിന്റെ ചായ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശംഖുപുഷ്പത്തിന്റെ ചായ ഉണ്ടാക്കുന്നുണ്ട്. കിട്ടാൻ പ്രയാസമാണ് സാധനം. വയലറ്റ് പൂവില്ലേ? പക്ഷെ നമ്മുടെ നാട്ടിലുള്ളതൊക്കെ ഒറിജിനൽ തന്നെ ആയില്ലേ ഇത്? ആയിരിക്കില്ലേ? വൈലറ്റ് കളർ ഉണ്ട്, ഒരു വൈറ്റ് കളറും ഉണ്ട് അല്ലെ ശംഖുപുഷ്പം? വയലറ്റ് ആണ് ചായ ഉണ്ടാക്കുന്നത്. വൈലറ്റ് കളർ എനിക്ക് കിട്ടുമ്പോ ഞാൻ ചായ ഉണ്ടാക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അതിലിത്തിരി തേൻ ചേർത്തിട്ട് കഴിക്കും ചായ ഉണ്ടാക്കിട്ട്. ലേഡീസിന് നല്ലത് കേട്ടോ ശംഖുപുഷ്പം. ഫേസ് പാക്ക് ഡെയിലി ചെയ്യണ്ട? ഡെയിലി ചെയ്യണം. സൗന്ദര്യം വരുന്ന നിർത്തിക്കളല്ലേ? അതെ അതെ, ആവശ്യത്തിനായി. അതിന് ചിലപ്പോ ആരെയും തട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ ഇന്ന് തുടങ്ങണ്ട പരിപാടി? ഞാൻ തുടങ്ങിയത് എന്റെ ഭാര്യന്റെ സംശയം ദൈവമാണോ. എന്റെ വണ്ടിമേൽ ഇനി പെയിന്റ് അടിച്ച് വലിയ പറ്റൊന്നുമില്ല. കൊണ്ടുപോകുമ്പോ നോക്കിക്കോളേണ്ട, ആരെ തട്ടിക്കൊണ്ടുപോകും. കുക്കിയുടെ പേസ്റ്റ് ഉണ്ടാക്കാൻ പോയോ? വൈൻഡപ്പ് ചെയ്യണ്ടേ? ഞാനിവിടെ ഉണ്ട്. റിസൾട്ട് കിട്ടിയിട്ട് പറയാം മാഷേ. ഒക്കെ എഴുതിട്ടുണ്ടോന്നുണ്ടല്ലേ? ഗ്രൂപ്പിൽ ഇടട്ടെ മോളെ. കാരണം ചിലതൊക്കെ എനിക്ക് അറിയാവുന്നതാ. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഇഷ്ടമായല്ലോ അല്ലേ? അല്ലേ? ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. അതെ, എനിക്കിഷ്ടമായ എന്താ വെച്ചാല് സാർ പറഞ്ഞല്ലോ ഹീമോഗ്ലോബിൻ ആണെങ്കിൽ ബ്ലഡ് കൗണ്ട് കൂടാനുള്ള ജ്യൂസ് ഒക്കെ പറഞ്ഞല്ലോ, അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റസാഖ് സാറെ എടുത്ത് ചോദിക്കുക, ഗ്രൂപ്പിലും ചോദിക്കുക. ഗ്രൂപ്പിൽ ചോദിക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ക്ലിയർ ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. സോ നമുക്ക് ഇനി വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലേ? ഇനി അടുത്ത ഫേസ് പാക്ക് എന്തെങ്കിലും ഫേസ് കെയറോ അല്ലെങ്കിൽ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഇപ്പൊ നമ്മളിപ്പോ മൈൻഡിനുള്ള കാര്യങ്ങളാണല്ലോ, മൈൻഡ് കെയർ ആണല്ലോ നമ്മൾ ഇതുവരെ ചെയ്തോണ്ടിരുന്നത്. എല്ലാ കെയറും ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ എന്നാല്. എല്ലാരും ഓക്കെ അല്ലേ? താങ്ക് യു സർ. അപ്പം ഇന്ന് സെഷൻ എടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you so much.
താങ്ക് യു. ഇല്ല, ഒരു യുവാവിന്റെ വൃക്കയിൽ നിന്ന് 100ഓളം കല്ലുകൾ നീക്കിയെന്ന്. വൃക്കയിൽ നിന്ന് കല്ല്